നിങ്ങൾക്കറിയാം ധ്യാൻ ശ്രീനിവാസൻ, അന്നരേഷ്മരാജൻ അങ്ങനെ തുടങ്ങിയ താരങ്ങളുണ്ടെങ്കിൽ തന്നെയും പ്രമുഖ വേഷങ്ങൾ അഭിനയിച്ച കലാഭവൻ ഷാജൻ ചേട്ടൻ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ അജയൻ ചേട്ടൻ, പക്കു ചേട്ടൻ, പിന്നെ ജാഫർ ഇരിക്കുക, പിന്നെ നമ്മുടെ ഡയറക്ടർ മഹേഷ് സുമൻ, അതിലുപരി മുഖ്യ കഥാപാത്രം ചെയ്ത ബെന്നി പീറ്റേഴ്സ്, ദീപു, നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ, അണിയറ പ്രവർത്തകർ എല്ലാവരും ഉണ്ട്. അവരൊരു സന്തോഷം പങ്കിടുന്ന ഒരു വേദിയാണ്. ആദ്യം തന്നെ നമ്മുടെ 25 ദിവസത്തെ ഒരു സെലിബ്രേഷൻ്റെ ഒരു സന്തോഷം നമ്മുടെ ഒരു കൂട്ടായ്മ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു കേക്ക് കട്ടിങ് ആരംഭിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ പടത്തിലുള്ള അനുഭവങ്ങൾ അവർ തന്നെ സംസാരിക്കും. ശരിക്കും ഇത് പ്രസ് മീറ്റ് രീതിയിലല്ല, നമുക്കധികം ചോദ്യോത്തരവേളയൊന്നും ഇല്ലാതെ തന്നെ സാധാരണ ചടങ്ങ് പോലല്ല, വിചാരിക്കുന്നതൊന്നുമില്ല, നമുക്കെല്ലാം ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റിയ ഒരു സന്തോഷകരമായ ഒരു മുഹൂർത്തം ഞങ്ങൾ പങ്കുവെക്കുകയാണ്. ഞങ്ങളുടെ പടത്തിന്റെ ആ ഒരു വിജയം, നിങ്ങളെ മീഡിയ സുഹൃത്തുക്കളുടെ ഒരു സന്തോഷം അതിൽ ഞങ്ങളുമായിട്ട് പങ്കിടുകയാണ്. ഓക്കെ, നമുക്ക് കേക്ക് കട്ടിങ് തന്നെ ആരംഭിക്കാം. പടത്തിന്റെ എന്ത് കാര്യങ്ങളാണ് പറയേണ്ടത്? ഇതിൽ എത്ര പേര് സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതൊരു കുഞ്ഞു സിനിമയാണ്, ഒരു ഫാമിലി മാറ്റർ പറയുന്ന ഒരു ചെറിയ സിനിമയാണ്. പക്ഷെ അത് ഇത്രയും ദിവസം കൂടി, അത് വളരെ സന്തോഷമുള്ള കാര്യം. പിന്നെ ഇതിൽ എന്നോട് അത് പ്രൊഡ്യൂസർ ഇടുന്നുണ്ടോ സൗണ്ട് കിട്ടും? ബെന്നി പീറ്റേഴ്സ് അദ്ദേഹമാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം മെയിൻ വേഷം ചെയ്തിട്ടുണ്ട്. ഷാജോൺ, എൻ്റെ കഴിഞ്ഞ 2-3 സിനിമകളിൽ അഭിനയിക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അജയനുണ്ട്, ജാഫർ, അങ്ങനെ ഒരുപിടി താരങ്ങൾ, ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ അങ്ങനെ ഒരുപിടി താരങ്ങൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ സഹകരണം കൊണ്ട് എനിക്കത് വളരെ പെട്ടെന്ന് തീർക്കാൻ പറ്റി. ഈ സിനിമ 20 ദിവസം തയ്ക്കാൻ പോവുകയാണ്. വലിയ വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിക്ക് വളരെ നല്ലൊരു അനുഭവമായിരുന്നു, ഒരു ഹാപ്പി ഫാമിലി എക്സ്പീരിയൻസ്. അപ്പം ഇനിയും പടം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. ഇത് വളരെ ഒരു ഹാപ്പി എൻവയറമെന്റ് ആയിരുന്നു, ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എല്ലാവരും പെട്ടെന്ന് ഇത് തീർന്നു പോയി കഴിഞ്ഞപ്പോൾ സങ്കടമായിരുന്നു, കാരണം ഒരു വെക്കേഷൻ അങ്ങ് തീർന്ന പോലെയായിരുന്നു. സോ ദാറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ്. അത് വളരെ സക്സസ്ഫുൾ ആയി ഫിനിഷ് ചെയ്തതിൽ ഐ എം വെരി ഹാപ്പി. ഇതിന് ഞങ്ങളോട് സഹകരിച്ച എല്ലാ ആർട്ടിസ്റ്റിനോടും, എല്ലാവരോടും എനിക്ക് ആത്മാർത്ഥമായ താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ടെക്നീഷ്യൻസിനും എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയം താങ്ക്സ് പറയുന്നു. അതുപോലെ അഭിനയിക്കാനായിട്ടുള്ള എനിക്ക് സാഹചര്യം, ചാൻസ് തന്ന ഡയറക്ടറോടും ഇത് അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോട് എല്ലാവരും താങ്ക്സ് പറഞ്ഞല്ലോ. ബേസിക്കലി താങ്ക്സ് ടു എവരിവൺ. ഈ പടം കണ്ട എല്ലാ ഓഡിയൻസിനോടും, പ്രേക്ഷകരുടെ എല്ലാവരോടും താങ്ക്സ് പറയുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് ഉള്ള കാര്യം അറിയില്ലായിരുന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവരും ഒന്ന് ഒത്തുകൂടുന്നു, ഒരു സന്തോഷമായിട്ടൊരു കേക്ക് മുറിച്ച് ഒന്നൊരു സന്തോഷം പങ്കുവെച്ചിട്ട് പിരിയുന്നു എന്നുള്ള ഒരു അറിവോടെയാണ് ഞാൻ വന്നത്. ആ സന്തോഷം എന്നിലും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്, കുടുംബസ്ത്രീയും കുഞ്ഞാടും എന്ന് പറയുന്നൊരു സിനിമ ധ്യാൻ ശ്രീനിവാസൻ നായകനായിട്ട് അഭിനയിച്ച ഒരു ചെറിയ സിനിമയാണ്. എങ്കിലും ഒരുപാട് താരങ്ങൾ ഉള്ള ഒരു സിനിമയാണ്. സലിംകുമാർ, സലിമേട്ടനടക്കം. പക്ഷേ ആ ശ്രീനിവാസനാണോ നായകൻ? നായകൻ തൊട്ടിപ്പുറത്തിരിപ്പുണ്ട്. എനിക്ക് ഇദ്ദേഹമാണ് ലീഡ് ചെയ്തേക്കണം. പറഞ്ഞോ? പിന്നെ പടം കണ്ടിട്ടാണ് അപ്പം പിന്നെ ധ്യാനോടൊപ്പം തന്നെ നമ്മുടെ ബെന്നിച്ചൻ ഒരു പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്നു. ഇതിപ്പോ 25 ദിവസത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വിജയ ചിത്രത്തിന്റെ ആഘോഷം എന്നതിനപ്പുറം എല്ലാവരുടെയും സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു എന്നുള്ളതാണ് സത്യം. ഈ സക്സസ് എന്ന് പറയുന്നതിന്റെ ഡെഫിനേഷൻ പലതരത്തിലാണല്ലോ, പല രീതിയിലായിരിക്കും സക്സസ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. അപ്പം ഒരു
കലാകാരൻ എന്നുള്ള നിലയിൽ, ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ എനിക്ക് പരിചയമുള്ള ഒരു നല്ല മനുഷ്യൻ്റെ, അതായത് ഒരു നല്ല സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നിട്ട് അതിൽ നല്ലൊരു കഥാപാത്രം ചെയ്ത് അത് എൻജോയ് ചെയ്ത് ആ സിനിമയിൽ എല്ലാവരെയും കംഫർട്ടാക്കിയ ബെന്നി എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറിൻ്റെ മനസ്സിലെ വിജയത്തിനൊപ്പമാണ് ഞാനിന്ന് നിൽക്കുന്നത്. അതാണ് എൻ്റെ സന്തോഷവും. കാരണം ആ സിനിമയിൽ അഭിനയിച്ച ഒരാൾ പോലും ഒരു കാര്യത്തിൽ പോലും ഒരു കുറ്റവും കുറവും പറയാതെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഒരു സിനിമയിൽ നിന്ന് വർക്ക് കഴിഞ്ഞ് പോവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതെ, അപ്പം എല്ലാവരെയും വളരെയധികം ഹാപ്പി ആക്കിയ ഒരു സിനിമയാണ്. അപ്പൊ അതിലൊരു പ്രധാന വേഷം ചെയ്ത് അതിന് അദ്ദേഹത്തിന് നല്ലൊരു അഭിപ്രായങ്ങൾ കിട്ടി എന്ന് പറയുന്നത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് കാരണക്കാരനായ നമ്മുടെ മഹേഷ് ചേട്ടൻ എന്നൊക്കെ ഒരുപാട് സീനിയർ ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളൊരു ഡയറക്ടറാണ്, കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൊരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇതുപോലൊരു സിനിമ അതിൽ ഭിന്നിച്ചിന് നല്ലൊരു വേഷം കിട്ടി. അപ്പൊ എല്ലാം കൊണ്ടും അദ്ദേഹം ഹാപ്പിയാണ്. അദ്ദേഹം ഹാപ്പി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. അപ്പൊ അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം. അപ്പം ഇനിയും ഇതുപോലുള്ള സിനിമകളൊക്കെ വരുമ്പോൾ നല്ല നല്ല കഥകളും കഥാപാത്രങ്ങളും വരുമ്പോഴൊക്കെ ചെയ്യാൻ ഭിന്നിച്ചിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഇന്നിവിടെ എത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് എൻ്റെ ജീവിതത്തിലെ 1-2 നല്ല കഥാപാത്രങ്ങളിൽ ഒന്നാണ് മൈ ബിഗ് ഫാദറിലെ അച്ഛൻ കഥാപാത്രം. അത് എന്നിൽ വളരെ ധൈര്യപൂർവ്വം ഏൽപ്പിച്ച ഡയറക്ടറാണ് റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് മഹേഷ്. അതെ, ജയറാംപേട്ടനോടൊപ്പമുള്ള ആ ഡയറക്ടർ. ഈ ഒന്ന് അന്നോട്ടുള്ള ഞങ്ങളുടെ ഒരു ബന്ധമാണ്. അദ്ദേഹം ചെയ്ത പല സിനിമകളിലും പിന്നീട് ചെറുതും വലുതുമായ വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ഇതിനകത്ത് ബന്ധങ്ങളൊന്നുമില്ല, വളരെ കൃത്യമായ ഒരു കഥാപാത്രമാണ്, അത് അജയൻ മാത്രം ചെയ്താലേ ശരിയാകുള്ളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ ശരിയാണ്, അത് ഞാൻ മാത്രം ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അത് സിനിമ കണ്ടവർക്ക് അറിയാൻ പറ്റും. എന്തായാലും ഒരുപാട് സന്തോഷം. ഇപ്പം ഇവിടെ ഷാജോൺ പറഞ്ഞ പോലെ ഒരു പ്രവാസിയായ ഒരു പ്രൊഡ്യൂസർ ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു പടം വന്ന് ചെയ്യുമ്പോൾ ആ സിനിമ ചെയ്തതിൽ അദ്ദേഹം ഹാപ്പിയാണ് എന്നും വീണ്ടും ഇനിയും കൂടുതൽ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ടെന്നും ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം അല്ല സിനിമ പൂർത്തിയായതിനു ശേഷം തീർന്നു പോയല്ലോ ഒരു സങ്കടം എന്ന് പറയുന്നത് വളരെ വിരളമാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ മലയാള സിനിമയുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്, പലരും പുറത്തുനിന്നൊക്കെ വന്നതിന് ഇനി ഒരിക്കലും സിനിമയില്ലേ എന്ന് പറഞ്ഞിട്ടിട്ട് ഓടുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു കമൻറ്റ് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു നല്ല ദിവസം ഇവിടെ വന്ന് ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടാനുള്ള കാരണം എല്ലാ തരത്തിലുള്ള കംഫർട്ടായിട്ട് എല്ലാ രീതിയിലും സിനിമയോട് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ നീതി പുലർത്തിയിട്ടുണ്ട്. നല്ലൊരു കഥാപാത്രം അദ്ദേഹം ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിനകത്ത് ഞങ്ങളുടെ ജീവിതമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. കാരണം ഞങ്ങളെല്ലാവരും ഇവൻ ജാഫർക്കയാണെങ്കിലും ഷാജോണാണെങ്കിലും എല്ലാവരും സ്റ്റേജിൽ നിന്ന് വന്ന കലാകാരന്മാരാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത കാരണം 2-3 സ്റ്റേജും ഒക്കെ ഉണ്ട് ഈ സിനിമയിൽ. അപ്പം ഞങ്ങൾ കൊട്ടും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഈ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ തീർന്നു പോയല്ലോ തോന്നുന്ന തരത്തിലുള്ള ഒരു ലൊക്കേഷനായിരുന്നു. വളരെ സന്തോഷമുണ്ട്. എന്തായാലും അത് കുറച്ച് തിയേറ്ററുകളിലേ ഉള്ളൂ ഇപ്പോഴും. പക്ഷേ ഒരു ചെറിയ സിനിമയ്ക്ക് അല്ലെ ആ സിനിമയെ സംബന്ധിച്ചുള്ള ഒരു വലിയ വിജയമായിട്ട് അതിൻ്റെ പ്രൊഡ്യൂസർ അത് അംഗീകരിക്കുന്നുവെങ്കിൽ അതിൽ അഭിനയിച്ച കലാകാരന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ ഒരു ധർമ്മമാണ്. ആ സിനിമയെ ഇനിയും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ചപ്പാടിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതവും നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുന്നു. ഒരുപാട് സന്തോഷം. മൈക്ക് കൊടുക്കണ്ട, ഇനി പുള്ളി എന്നെ കുറിച്ച് ഒത്തിരി സംസാരിക്കാൻ അത്രയും സമയം കളയേണ്ട ആവശ്യമില്ല. ഞാൻ ജാഫ്രി ഒരു പറഞ്ഞല്ലോ. അതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ കൊടുത്തുണ്ടായിരുന്നു കേട്ടില്ലേ? ചാനലിലൊക്കെ കയറി ഒത്തിരി കോമഡി അടിക്കുന്ന അജീനെ കുറിച്ചേ പറയണേ. അപ്പൊ അത്രയും എന്നെ കുറിച്ചാണ്. ഓക്കെ, ഞാൻ ചുമ്മാ പറഞ്ഞു. ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചു. ഞാൻ സന്തോഷകരമായ ഒരു പടമായിരുന്നു. നല്ല രസമായിരുന്നു ഈ പടം. അദ്ദേഹം പടത്തിൻ്റെ അഭിനയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും
ഉണ്ട്. പിന്നെ കുറേ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒന്ന് പോകും, എന്നാലും ഉണ്ട്. നല്ല ശ്രദ്ധയായിരുന്നു പടം. ഇനി എനിക്ക് മഹേഷ് സാറിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ അദ്ദേഹം അസോസിയേറ്റ് ആയിട്ട് ഒരു പടത്തിൽ വർക്ക് ചെയ്യുക. പുള്ളി ഡയറക്ടറായിട്ട് നിൽക്കുമ്പോൾ ഒരു പടത്തിൽ അസോസിയേറ്റ് ചെയ്യുകയാണ്. ഒരു കൂട്ടുകാരനോ, അത് കബഡി എന്ന കലാഭവൻ പടമാണ്. ഞാൻ അന്ന് അദ്ദേഹത്തെ കണ്ടു. അതിനുശേഷം അദ്ദേഹം വേറെ പടങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ചില പടത്തിൽ ഞാനില്ല, വേറൊരു പടത്തിൽ പുള്ളി വേറെ ഒരു വർക്കിൽ വെച്ച് അവിടെ വെച്ച് കണ്ടു. പിന്നെ എന്നോട് ഈ കാര്യം സംസാരിച്ചു. എനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ നല്ലൊരു സ്നേഹവും ബഹുമാനം തരുന്ന ഒരു ഡയറക്ടർ. പിന്നെ ഇദ്ദേഹം, ഇത് ദീപു എന്ന് പറയും, ഇദ്ദേഹം കൺട്രോളറാണ് സിനിമയുടെ. ഇതിൽ അഭിമാനമായിട്ട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. റോമൻസ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ 150 ദിവസം ഓടിയൊരു പടമാണ്. അത് കൊടൈക്കനാലിൽ വെച്ചിട്ട് അന്ന് ഭയങ്കര പ്രശ്നമായിട്ട് ഈ ഫോൺ കോളും ഒന്നും വലിയ കാര്യമായിട്ടില്ലാത്ത സമയമൊക്കെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റേഞ്ചൊന്നും ഇല്ലാത്ത ആ സമയത്തൊക്കെ നിന്ന് കൈകാര്യം ചെയ്ത അദ്ദേഹമാണ് ദീപു ട്രിവാൻഡ്രം. അദ്ദേഹത്തിൻ്റെ അനിയൻ അമ്പിളി ഡയറക്ടറാണ്. ഇത് ഇടകാലം കൊണ്ട് ഒരു ചെറിയൊരു പാരലൈസ്, ഇത് ചെറിയ പ്രശ്നം വന്നപ്പോൾ ശരിയായി. ഇദ്ദേഹവും അദ്ദേഹവും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ പടം ഏറ്റെടുത്തു. പിന്നെ ധ്യാൻ ഉണ്ട് ഈ പടത്തിൽ, ഷാജോനുണ്ട്, അജയനുണ്ട്. ഇദ്ദേഹം ഇതിനകത്തൊരു മനോഹരമായിട്ടുള്ള നല്ല പേട്ടിക്കുന്ന ഉഗ്രം വേഷമാണ് ചെയ്തേക്കുന്നത്. നല്ല ഗാംഭീര്യമാർന്ന ഒരു വേഷമാണ് ചെയ്തേക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു വേഷം ചെയ്തേക്കുന്നത്. അല്ല, ഞാൻ ബെന്നീസിനെ കുറിച്ച് ഞാൻ തൊട്ട് കാണിച്ചത്. സോറി, പറയുമ്പോ മാറിപ്പോയി. ഷാജോൺ പോലീസ് ഉദ്യോഗസ്ഥനും ഇദ്ദേഹം പറയും. ആയിക്കോട്ടെ, അത് ഞാൻ അങ്ങനെ പറയുന്നേ ഉള്ളൂ. എന്തായാലും അദ്ദേഹം ഒരു കുഞ്ഞു സിനിമയെക്കുറിച്ച് ഞങ്ങളെല്ലാവരും സംസാരിച്ചപ്പോൾ, ഒരു കൊച്ചു സിനിമയാണിത്. ഞങ്ങൾ എല്ലാവരും വലിയ പടത്തിലും ചെറിയ പടത്തിലും കുഞ്ഞു പടത്തിലും ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പടത്തിലും ഒക്കെ അഭിനയിക്കുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ തൊഴിലാണ്. ഞങ്ങൾ ആര് വിളിച്ചാലും പോകണം. ഞങ്ങൾ പൈസ കിട്ടുന്ന പൈസ പടത്തിൽ മാത്രമേ പോകുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധേയമാവുന്ന പടത്തിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതൊന്നുമല്ല നമ്മുടെ കാര്യം. നമ്മളൊന്ന് വർക്ക് ചെയ്തു. ആ പടം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണെന്ന് പറഞ്ഞാൽ അഭിമാനമുണ്ട്. ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക പടം. തിയേറ്ററിൽ നിന്ന് പറഞ്ഞൊന്നും വിട്ട പടമൊന്നുമല്ല. നല്ല കുടുംബ സദസ്സൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് പടത്തിനകത്തേക്ക്. ഏതായാലും ഈ കുടുംബശ്രീയും കുഞ്ഞാടും എന്ന് ഈ പറഞ്ഞ പടത്തിനകത്ത് എനിക്ക് അതിനകത്തൊരു വേഷം തന്നതിന് ഞാൻ മഹേഷ് സാറിനോട് നന്ദി പറയുന്നു, ഇദ്ദേഹത്തിനോട് നന്ദി പറയുന്നു. എന്നെ വിളിക്കണമെന്ന് പറഞ്ഞപ്പം ഇദ്ദേഹം എന്നാൽ അയാളെ വിളിച്ചോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് കൊടുക്കുന്നു. പിന്നെ എൻ്റെ കൂടെ സഹപ്രവർത്തകരായിട്ടുള്ള ഇവർ രണ്ടുപേരും കൂടെ ഉണ്ട്. അവരുമായിട്ട് മാന്യമായിട്ട് ഞങ്ങളൊരു കുഞ്ഞു പടം ചെയ്തു. ആ കുഞ്ഞു പടം ഓടിക്കൊണ്ടിരിക്കുന്നു. ആ കുഞ്ഞു പടം ഞങ്ങൾക്കൊരു വലിയ പടമാണ്, മൊത്തത്തിലൊരു വലിയ പടമാണ്. അത് കുഞ്ഞു പടമൊന്നുമല്ല. അപ്പം ഈ പടം ഇനിയും ആൾക്കാർ കാണണം. എല്ലാവരും ചെന്ന് കുടുംബസമയം കാണണം, കുടുംബശ്രീയും കുഞ്ഞാടും. അപ്പം എനിക്ക് നന്ദി മാത്രമേ പറയാം. എല്ലാവരും ഈ പടത്തിനെ കുറിച്ച് നിങ്ങളാണെങ്കിലും കണ്ടിട്ടുള്ളവരോ ഇനി കാണാനുള്ളവരോ എല്ലാം കണ്ടിട്ട് അപ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ചെറിയ പടം ഒരു നല്ല രീതിയിൽ അങ്ങ് പോയപ്പോൾ അപ്പോൾ ഒന്ന് കാണുക, സഹകരിക്കുക, ഞങ്ങളൊക്കെ ഒന്ന് അനുഗ്രഹിക്കുക. ഇനി ബാക്കി പറയാനുള്ളത് കൺട്രോളിൽ പറയുന്നില്ല, പക്ഷേ സംസാരിക്കണം. ജസ്റ്റ് 2 വാക്ക്. ദീപു നമ്മുടെ പടത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളാണ്. ഞങ്ങൾ വെള്ളരിപ്രാവിന്റെ ചങ്ങാതി മുതലാണ് ഒന്നിച്ച് വരയ്ക്കാൻ തുടങ്ങി. ആ സമയം മുതലുള്ള അപ്പം അത്രയും സീനിയറായിട്ടുള്ള ഒരാള് ഇറക്കി. അതുപോലെ തന്നെ മൈലാഞ്ചി മഞ്ചുള്ള വീട് മുതലാണ് ഷാജിയോട് വരയ്ക്കാൻ തുടങ്ങി. ഒരുപാട് വർഷമായിട്ട് കാണുന്നതാണ്. അപ്പൊ എന്തായാലും 2 വാക്ക് നമ്മൾ കൊടുത്തു ഒരു ആശംസകൾ. നന്ദി, ആശംസ പറയാനുണ്ട്. അവര് കണ്ടോ? അല്ല, അതെന്നാ പറയോ, നമ്മുടെ പ്രൊഡ്യൂസർ പാവം അവർക്ക് മനസ്സിലായില്ലേ? ഇതിന് വല്ല പടം പിടിക്കണ്ടോ? ആദ്യം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു, താരതമ്യമുണ്ട്. അത് നല്ല ലീഡായിട്ട് നല്ലൊരു ക്യാരക്ടറും ചെയ്യുന്നുണ്ട്. ദിവസങ്ങളോട് സക്സസ്ഫുൾ ആയിട്ട് കൺഗ്രാറ്റ്സ് പറയുകയാണ്. അപ്പോൾ ഇനിയും പടം ചെയ്യണം. ഇവരുമായിട്ട് തന്നെ വിനയം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ നോർമലി ഇപ്പോൾ കുറച്ച് ചേട്ടൻ പറയുന്നത് ചോദിക്കാറുണ്ട്, ഒരു പ്രൊഡ്യൂസർ ഇങ്ങനെ വന്നിട്ട് ആദ്യം സക്സസ്ഫുൾ ആയിട്ട് തന്നെ എന്താ സിനിമ വേണ്ട, ഞാൻ കുറച്ചങ്ങോട്ട് ബിസിനസ് ചെയ്യാം, സേഫായിട്ട് ചെയ്യാം എന്ന് ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇനിയും സിനിമ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കാൻ കാരണം? സിനിമ എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി ഒരു ബിസിനസ് ആയിട്ട് എടുത്തിട്ടില്ല. സിനിമ എന്ന് പറയുന്നത് എനിക്കൊരു പാഷനാണ്. അപ്പം അതിനകത്ത് അത് ഞാൻ കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എടുക്കുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ലാഭമോ നഷ്ടങ്ങളോ ഒന്നും ഞാൻ നോക്കുന്നില്ല. നല്ല പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് എൻജോയ് ചെയ്യുക. ഓക്കെ, അത് എങ്ങനെ ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളതിനെ പറ്റി ഞാൻ വറി ചെയ്യുന്നില്ല. സോ
That's all it is. I will do it again. നീ ആക്ടിങ് തന്നെയാണോ പ്രൊഡ്യൂസർ അല്ല, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൻ്റെ അകത്ത് ഞാൻ ഒരു റോൾ ആക്ട് ചെയ്യുമ്പോൾ എനിക്ക് ആ പ്രോജക്റ്റ് കുറച്ചുകൂടി ഒരു ഇൻറ്റിമസി തോന്നും. അതാണ് അതിൻ്റെ കാരണം ഞാൻ കുറച്ചുകൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും പ്രോജക്റ്റിനോട്. സോ ഐ എൻജോയ് മോർ when I do that. സോ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഐ വിൽ. സംവിധാനം ചിത്രം ഞാനൊരു ചൂണ്ടയൊക്കെ ഇട്ടിരിക്കും, ഇതുപോലെ ആരെങ്കിലും വന്ന് പെടട്ടെ. പ്രതീക്ഷിക്കാം, ആഗ്രഹമുണ്ട്. ഒരു ചെറിയൊരു ത്രണ്ടൊക്കെ മനസ്സിലുണ്ട്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ, എന്ന് എപ്പോൾ എങ്ങനെയെന്നൊന്നും പറയാറായിട്ടില്ല. കാരണം ഇപ്പം അത്യാവശ്യം ചില കമ്മിറ്റ്മെൻറ്റുകളുമായിട്ട് പോകുന്നത് കൊണ്ടും നമ്മുടെ അത്ഭുത ദ്വീപ് 2 ഒക്കെ ഇനി വരാനുണ്ട്. അതിനൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് സ്വസ്ഥമായി കഴിഞ്ഞിട്ട്, കാരണം ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷനൊക്കെ ഒരു 3 മാസം നമ്മൾ അതിനുവേണ്ടി തന്നെ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമായതുകൊണ്ടും ഇനി സിനിമ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അതിലേക്ക് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ കുറച്ച് കൂടുതൽ സമയം ഇരിക്കണമെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നാലും ഒരു സിനിമ കൂടി ചെയ്യണം എന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ട്. സന്തോഷം ചോദിച്ചേക്കാം. ആക്ടിങ് ഇപ്പം ഇമ്മീഡിയറ്റ് തുടങ്ങാൻ പോകുന്നത് ഔസേപ്പിന്റെ ഒസിത്ത് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ശരത് എന്ന് പറയുന്ന ഒരു പുതിയ ഡയറക്ടറാണത്. ഞാനും നമ്മുടെ ദിലീഷ് പോത്തനുമാണ് പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ കുട്ടേട്ടൻ, കനി കുസൃതി, അങ്ങനെ നല്ലൊരു താരനിരയുണ്ട്. വളരെയധികം എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് നെക്സ്റ്റ് മന്ത് 6th തുടങ്ങുന്നത്. അതിനുവേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇനിയിപ്പോൾ ഇമ്മീഡിയറ്റ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ജോയിൻ ചെയ്യുന്നത് ബ്രോമാൻസ് എന്ന് പറയുന്നൊരു സിനിമയാണ്. നമ്മുടെ ജോൻജോടെ ഡയറക്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് അർജുന അശോകനും നമ്മുടെ സംഗീത്, നമ്മുടെ പ്രേമലൂലെ പേരുണ്ട്, പിന്നെ മാത്യൂസ്, മഹിമ നമ്പ്യാർ, ഞങ്ങൾ 5 പേരാണ് പ്രധാന കഥാപാത്രങ്ങൾ. അപ്പോൾ അതാണ് അതിന് ശേഷം ജോയിൻ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ പുറകെ സിനിമകളുണ്ട്, അതൊക്കെ തുടങ്ങുന്നത് മുറയ്ക്ക് പറയാം. ഓക്കെ. അല്ല, ഇതൊക്കെ കുറെ മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കഥ കേട്ട് കമ്മിറ്റ് ചെയ്യുന്നതാണ്, കുറെ മുൻപുള്ളത്. ഇല്ല അങ്ങനൊന്നുമില്ലേ. കനി ഒരിക്കലും അങ്ങനെ ഒരു പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ വളരെ വലിയ അടുപ്പമില്ല. ഞങ്ങൾ വളരെ ചുരുക്കം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ അവരെ കുറിച്ച് അറിഞ്ഞത്രയും അവരങ്ങനെ ഉള്ളൊരു ആളല്ല. എനിക്കൊന്നും മലയാളത്തിൽ ഇപ്പോൾ ഉള്ള ആരും അങ്ങനെ പെട്ടെന്നൊരു സക്സസ് വരുമ്പോൾ അതിന്റെ പേരിൽ ശമ്പളം കൂട്ടുന്ന ആളുകളല്ല. നമ്മൾ മുൻപ് കേട്ടങ്ങനെ പരിചയം ഉണ്ടെന്നുണ്ടെങ്കിലും മലയാളത്തിൽ അങ്ങനെ ആരും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. അതെ തീർച്ചയായിട്ടും. ഇനിയുള്ളത് വലിയൊരു മൈലേജ് തന്നെയാണ് ആ സിനിമയ്ക്ക്. എന്നെ കൊന്നില്ലേ മതിനകത്ത്, വെടിവെച്ച് കൊന്നില്ലേ. ഞാൻ രാജനോട് പറഞ്ഞായിരുന്നു, ഒന്ന് കണ്ണിറക്കി കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറിയെന്ന് പറഞ്ഞു ന്യൂസ് പേരിൽ. അപ്പൊ അതുകൊണ്ട് ഇതിലില്ല, എമ്പരാനില്ല. ഡയറക്ഷൻ നടക്കുന്നു അതിന്റെ. അതെ, അതിന്റെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുകയാണ്. അപ്പൊ അത് ആകുമ്പോൾ പറയാം. ഉണ്ടാവും തീർച്ചയായിട്ടും. ഈ പറയുന്ന പോലെ സിനിമയാണല്ലോ നമ്മുടെ ജീവിതം. അപ്പം സിനിമയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്ര നമ്മുടെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഡയറക്ഷനും എഴുത്തും ഒക്കെ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവനെ പോലെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. ഇല്ല, ഇപ്പൊ വരുന്ന ഈ സിനിമകളിലൊന്നും പോലീസല്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ചില സിനിമകൾ പോലീസാണെന്ന്, പോലീസ് ഞാനിപ്പോ ഈ താടി വളർത്തിയിരിക്കുന്നത് തന്നെ കുറച്ചൊരു ഗ്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളെ വിളിക്കുമ്പോൾ അയ്യോ വേറൊരു സിനിമയിൽ താടി വളർത്തിയിരിക്കും, ഇപ്പം ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ പറയാലോ. അല്ലെങ്കിൽ അവർക്കൊരു വിഷമം തോന്നും. അപ്പം അത് അശോകൻ ചേട്ടന് മാത്രമുള്ള ലൈസൻസ് ആണ് താടി വെച്ച് പോലീസായിട്ട് അഭിനയിക്കാൻ. പോലീസായിട്ട് അഭിനയിക്കുന്ന ഒരു കുറവായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഇല്ല, സ്ഥിരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ക്യാരക്ടേഴ്സ് ഓരോ നോക്കി കഴിഞ്ഞാൽ അതിനൊക്കെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ആ കഥയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായിരിക്കും. അതല്ലാതെ നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ നമുക്കൊരു ഇത് ഓരോ കഥാപാത്രത്തിനും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുള്ള ടൈപ്പ് പോലീസ് കഥാപാത്രങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ചെയ്തിട്ടുണ്ട്. അതെ, അപ്പം അതല്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം കൂടിയാണ്. താങ്ക് യു.
അച്ഛനെ എവിടെയെങ്കിലൊക്കെ വരുന്നേ. നമ്മളിപ്പോ എൻ്റെ വാപ്പായോ എൻ്റെ ഇക്കായോ എൻ്റെ സഹോദരങ്ങളോ എൻ്റെ സ്വന്തക്കാരോ ബന്ധക്കാരുണ്ട് സിനിമ പിടിക്കുന്ന പ്രൊഡ്യൂസർ അവർ ഡയറക്ടറൊക്കെ അവരെല്ലാവരും ആലോചിച്ചിട്ട് നമ്മളൊരു ഇതിന് വിളിക്കുന്നു. അവർ തരുന്ന സാധനം ചെയ്യുന്നു. എനിക്ക് അരി മേടിക്കണം, എൻ്റെ കുടുംബാംഗങ്ങളെ നോക്കണം, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുവേണ്ടി ചില്ലറ വേണം. അതിനകത്ത് നമ്മൾ പണിയെടുക്കുന്നു, നമ്മൾ പൈസ മേടിക്കുന്നു, അതേ ഉള്ളൂ. അതിനകത്ത് ഇപ്പം നല്ല വേഷമാണോ, ഇപ്പോൾ കഥ പറയാൻ പറ്റുന്നതായിരിക്കും, താടിയുണ്ടോ, അപ്പോൾ താടിയൊക്കെ വെച്ച് വെക്കുക, വേണ്ടെങ്കിൽ പഠിച്ചോളാം, വേണമെങ്കിൽ താടി വേണമല്ലോ, വെച്ച് പിടിപ്പിക്കാൻ പറ്റുമല്ലോ. നമ്മൾ ഓളായിട്ടൊക്കെ നടക്കുക, കണ്ടോ, താടിയൊക്കെ വെച്ച് വെക്കുക. അപ്പോൾ ഇതായിട്ട് നടക്കുക. അപ്പം അങ്ങ് പോകും. ഈ നമ്മുടെ ഈ ഗൾഫിലൊക്കെ ചെന്നുള്ള ആൾക്കാർക്കറിയും ടാക്സി വണ്ടിയില്ലേ, ചില ആൾക്കൊന്നും എഴുതി വെച്ചാൽ മറ്റേ ടാക്സി വണ്ടി ഇങ്ങനെ ചുമ്മാ നമ്മൾ നോക്കും, ഡ്രൈവർ മാത്രം കൊണ്ടാണ്. പിന്നെ അവിടെ എല്ലാ കറങ്ങികളൊക്കെ എന്നാ പറയാം, എപ്പോഴെങ്കിലും ആളെ കിട്ടാൻ ഓരോ നമ്മൾ താടിയും വെച്ചോണ്ട് കറങ്ങി നടക്കണം. ആരെങ്കിലൊക്കെ വിളിക്കുമ്പോൾ അവിടെ പോയി അധികം താടിയുണ്ട് അങ്ങനെ അത് വലിയ ഇതിനൊന്നും വലിയ ആധികാരികമായിട്ടൊന്നും പറയാനൊന്നും അറിയില്ല. അതാണ് സംഭവം. അപ്പൊ കിട്ടുന്നു ചെയ്യുന്നു അതിലൂടെ. സുഹൃത്ത് പറഞ്ഞപ്പോഴേ ഒരു കാര്യം, ഞാനോ ജീവിതത്തിൽ ആദ്യം പറയില്ല, നീയാ പറയുള്ളൂ. ഒരു മനുഷ്യൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ മോൻ പറഞ്ഞോളൂ ഞാൻ ഡയറക്ഷനോ അവര് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് അറിയാം. നിനക്ക് ലെൻസറിയാം, നീ ഇപ്പൊ ക്യാമറ നിനക്ക് എല്ലാ ലെൻസും അറിയാം, എല്ലാ ലെൻസിനെ കുറിച്ച് അറിയാം, ഒന്നും അറിയാൻ പാടില്ല. ഞാൻ ഒരു ലെൻസിനെ കുറിച്ച് ചോദിക്കാമെന്ന് പറയാം. ഞാനിപ്പോ ഒരു പടത്തിൽ ഒരു ഷോട്ട് എടുക്കുന്ന ഒരു ലെൻസിനെ കുറിച്ച് പറയാം, അതൊക്കെ ഞാനും പറയാം. എനിക്ക് ആ തൊഴിലറിയും, അതുകൊണ്ട് ഞാൻ അഭിനയിക്കുന്ന മാത്രമേ ഉള്ളൂ. പൊന്നനിയാ പോകും. സുഹൃത്ത് ചോദിച്ച ചോദ്യത്തില് ഇപ്പൊ ഒരു കാര്യം ഇപ്പൊ ചോദിച്ചപ്പോൾ ഞാൻ വിട്ടുപോയാൽ ഇനി അത് ഇതാവുണ്ടെന്ന് വെച്ചിട്ട്, പ്രധാന കഥാപാത്രം അഭിനയിക്കുന്ന ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞ് ഡബിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ആഗസ്റ്റ് ലാസ്റ്റോട് കൂടി ഇറങ്ങി. 916 കുഞ്ഞൂട്ടൻ എന്നാണ് പടത്തിന്റെ ടൈറ്റിലൊക്കെ അനൗൺസ് ചെയ്തത്. അതിന്റെ ജോലികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അത് പറയാൻ വിട്ടുപോയി. 916 കുഞ്ഞൂട്ടൻ പകുതിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. 916 ഞാനുണ്ട്. ഇത് 916 കുഞ്ഞൂട്ടനല്ലേ? അതിലില്ലല്ലോ, നന്നായി. നമ്മുടെ മാളവിക കുഞ്ഞില് വന്ന് പടവാ 916. അതെ. അപ്പൊ നമുക്ക് മഹേഷേട്ടൻ ചെയ്ത സിനിമകളെല്ലാം അത്യാവശ്യം പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമകളല്ലേ മഹേഷേട്ടൻ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ എന്നിട്ട് ഒരു ഗ്യാപ്പ് വന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിട്ട് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്? ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളൊരു സബ്ജക്റ്റ് എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നൊരു സത്യമുണ്ട്. അത് കഴിഞ്ഞൊരു ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഡെന്നീസിനെ വിളിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രൊഡ്യൂസറുണ്ട് സബ്ജക്റ്റുകളും പറയുന്നത്. അങ്ങനെ ഞാനൊരു ചെറിയ സബ്ജക്റ്റാണ് പുള്ളിയെ എടുത്ത് ആവശ്യമുള്ളത്. ചെറിയ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു, അവനോട് പറഞ്ഞു ഓക്കെ അത് നമുക്ക് ഇരിക്കാമെന്ന്. അങ്ങനെ ഇരുന്നു ഉണ്ടായതാണ് ഈ സിനിമ. ഒരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു പ്രൊഡ്യൂസർ അതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പാടാണ് ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ കിട്ടുന്നത്. അതായത് മെയിൻ ലീഡ് റോൾ ചെയ്യുന്ന ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് അതിനേക്കാൾ പ്രശ്നമാണ്. പക്ഷെ എനിക്ക് അത്രയും ബുദ്ധിമുട്ട് ഈ പടത്തിൽ ഉണ്ടായില്ല. ധ്യാനോട് കഥ പറഞ്ഞു, ധ്യാനമൊക്കെ പറഞ്ഞു, ഷാജുവിനെ പോയി കിട്ടിപ്പോയി കഥ പറഞ്ഞു, ഷാജുവിനൊക്കെ. അജയനോട് ഞാൻ കഥ പറഞ്ഞിട്ടില്ല, അജയൻ അതിൻ്റെ അഭിനയിക്കും. അങ്ങനെയുള്ളൊരു ബന്ധമാണ്. അവിടെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഞാൻ ഈ സിനിമയിൽ ഞാൻ പറഞ്ഞ ഈ ക്യാരക്ടർ അജയനല്ലാതെ വേറെ ചെയ്യാനും പറ്റില്ല. ഇവരെല്ലാവരും എന്നോട് വളരെയേറെ സഹകരിച്ചു. അതിനേക്കാൾ എനിക്ക് ഈ നന്ദി പറയേണ്ട ഒരു പ്രൊഡ്യൂസറോടാണ്. ഞാനൊരു കഥ പറഞ്ഞു, അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അതെനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ അത് തീർക്കാനുള്ള കാരണം അങ്ങനെയല്ല. ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക, പടം നിന്ന് പോകുക, അങ്ങനെയൊന്നും ഉണ്ടായില്ല. ആർട്ടിസ്റ്റുടെ സൈഡിൽ നിന്ന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. അവിടെ അവരുടെ ബാക്കി ഡേ ടു ഡേ എക്സ്പെൻസ് എന്തായാലും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പടം നല്ലതുപോലെ തന്നെ തിയേറ്ററിൽ എത്തിക്കാനും എനിക്ക് എൻ്റെ പ്രൊഡ്യൂസർ എന്നെ സഹായിച്ചു. അപ്പോൾ നല്ലതുപോലെ പോകുന്നുണ്ട്. അതിലും വളരെ സന്തോഷം. അത് എന്നോട് സഹകരിച്ച എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതിനോടൊപ്പം എന്നോടൊപ്പം അന്നോട് ഏകദേശം 1.5 വർഷമായി ഞാൻ ഈ പ്രോജക്റ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിനോട് എന്നോടൊപ്പം അന്നോട്ട് ഇന്ന് വരെ ഈ നിമിഷം വരെ എന്നോട് നിൽക്കുന്ന എൻ്റെ പ്രൊഡ്യൂസറിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എന്നോട് സഹകരിച്ചിട്ട് ടെക്നീഷ്യന്മാർ, ക്യാമറമാൻ ലോവല്, കോസ്റ്റ്യൂമർ ഭക്തൻ, ആർട്ട് രാധാകൃഷ്ണൻ, എഡിറ്റർ രാജ മുഹമ്മദ്, അറിയാലോ നാഷണൽ അവാർഡ് അവരൊക്കെ എന്നോട് വളരെ സഹകരിച്ചിട്ടാണ് പ്രോജക്റ്റ്. ഒരുവിധം ഭയങ്കര സിനിമയല്ല ഇത്. നിങ്ങൾ ഞാൻ വന്ന് തള്ളി മറിക്കാൻ പറ്റുന്ന ഭയങ്കര സിനിമയൊന്നുമില്ല. വലിയ വലിയ സിനിമകൾ ഓടുന്നതിനിടയ്ക്ക് ഞാൻ കൊണ്ടുവന്ന ഒരു കൊച്ചു സിനിമ, ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ. ആക്ഷൻ ഇല്ല, ത്രില്ലറില്ല, വയലൻസ് ഇല്ല, ഒന്നുമില്ല.
ഫാമിലിയോടെ വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു കൊച്ചു സിനിമ. കണ്ടവരാരും മോശം പറഞ്ഞില്ല. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഈ സിനിമ സക്സസ് ആയതുകൊണ്ട് തന്നെ മഹേശ്വരൻ അടുത്ത പടം ഉടനെ ഉണ്ടോ? അങ്ങനെ ഒരു പടം ഓടിയെന്ന് വെച്ചാൽ എന്നെ തേടി വരാൻ ഞങ്ങൾക്ക് വലിയ ഡയറക്ടറൊന്നും ആയിട്ടില്ല. അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പരിപാടി പ്രോജക്റ്റ് സംസാരിക്കുന്നു, നടക്കുന്ന സിനിമയാണ് നടന്നിട്ട് നടന്നു പറയാം. ഇപ്പം അമ്മയുടെ തെരഞ്ഞെടുപ്പ് വരെയാണോ? അപ്പൊ അതിനകത്ത് ഓൾമോസ്റ്റ് ഇടവേളച്ചേട്ടൻ ഒഴിവായി രാജിവെക്കുകയാണെന്നുള്ള ഒരു അതെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് ഒരു അമ്മയുടെ ഒരു തോട് തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു വീണ്ടും പ്രതീക്ഷിക്കാമോ ഏതെങ്കിലും തരത്തില്? ഇല്ലില്ല, ബാബുച്ചേട്ടൻ ഒന്ന് മാറി നിൽക്കാൻ തന്നെയാണ് തീരുമാനം. കാര്യം കഴിഞ്ഞൊരു 25 വർഷമായിട്ട് ബാബുച്ചേട്ടൻ ഉണ്ട് അമ്മയോടൊപ്പം. സെക്രട്ടറി ആയിട്ടും ജോയിന്റ് സെക്രട്ടറി ആയിട്ടും ഒക്കെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഗ്യാപ്പ് വേണം, ഒരു ഇടവേള വേണം എന്ന് പറഞ്ഞ് മമ്മൂക്കയും ലാലേട്ടനും അടക്കം എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ട് എല്ലാവരും മനസ്സോടെ അനുവാദം കൊടുത്തിട്ടാണ് ബാബുച്ചേട്ടൻ മാറി നിൽക്കുന്നത്. അത് തീർച്ചയായിട്ടും വലിയൊരു ബാബുച്ചേട്ടൻ മാറി നിൽക്കുന്ന ഒരു വലിയ നഷ്ടം തന്നെയാണ് അമ്മയ്ക്ക്. പക്ഷേ അമ്മയ്ക്ക് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനി വരുന്ന ആരാണെങ്കിലും അവരെല്ലാവരും ബാബുച്ചേട്ടൻ ഉണ്ടാവും അമ്മയോടൊപ്പം. ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇല്ല എന്നുള്ളതുള്ളൂ, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിൽ ഇല്ല എന്നുള്ളതുള്ളൂ. എന്ത് കാര്യത്തിനും എപ്പോഴും ചില ബാബുച്ചേട്ടൻ ഉണ്ടാവും. അത്രയ്ക്കധികം അമ്മയുമായിട്ട് ബാബുച്ചേട്ടൻ കഴിഞ്ഞേ ഉള്ളൂ സത്യം പറഞ്ഞ അമ്മയ്ക്ക് എല്ലാം എന്തും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിനും ബാബുച്ചേട്ടൻ ഉണ്ടാവും, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ 30-ാം തീയതി ഇലക്ഷനാണ്. അപ്പം നല്ല ഒരു ടീം തന്നെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും നമ്മൾ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ വന്നതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു സോ മച്ച്. അല്ലേ, എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്, സന്തോഷം.